Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ ഒരു ഹോം ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. തറ തുടയ്ക്കാനുള്ള ഒരു മാജിക്കൽ വെള്ളമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ തറ തുടയ്ക്കുമ്പം ഈ പ്രാണി അല്ലെങ്കിൽ ഉറുമ്പ് ഇതിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് മാറും എന്ന് മാത്രമല്ല നമ്മുടെ തറ നല്ലതുപോലെ വെട്ടിത്തിളങ്ങും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ വെള്ളമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും തറ തുടയ്ക്കുന്നത് ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ വെച്ചിട്ടായിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ എന്തെങ്കിലും ലോഷൻസ് ഒക്കെ കലർത്തിയിട്ടായിരിക്കാം. പക്ഷെ അതിലൊക്കെ ബ്ലീച്ചും അമോണിയൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് സേഫ് അല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും വളരെ സേഫായിട്ടുള്ള ഒരു മാജിക്കൽ വെള്ളം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബക്കറ്റിനകത്ത് 1/4 ഭാഗത്തോളം ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിന്ന് 1/4 ഭാഗത്തിൻ്റെ അളവുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1 ടീസ്പൂണോളം ചേർക്കാം. കൂടുതൽ ചേർക്കരുത്, അന്നേരം ഒത്തിരി അങ്ങ് വഴുവഴുപ്പായി പോകും കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതൊരു ലെമണിൻ്റെ ആണ്. അതിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വാഷിംഗ് അപ്പ് ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഷാംപൂ 1 ടീസ്പൂണോളം ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിനാഗിരി തന്നെയാണ്. അത് ഒരു 1/4 കപ്പോളം, വളരെ ഒരു കുഞ്ഞ് കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, 1/4 കപ്പോളം ഉള്ള വിനാഗിരി ചേർത്തിട്ടുണ്ട്. വിനാഗിരിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ 1/4 എന്നുള്ളത് അതിനും കുറച്ച് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഒരു ടീസ്പൂണോളം ഉള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ളൊരു സംഭവമൊക്കെയാണ്. അതിന് ബാക്ടീരിയനെ കൊല്ലാനുള്ള ഒരു കഴിവുള്ളതാണ് ഉപ്പ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഈ ഒരു സോപ്പിൻ്റെ ലിക്വിഡ് എന്ന് പറയുന്നത് ചെടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടും, അതുപോലെ വിനാഗിരി ചേർക്കുന്നത് ക്ലീൻ ആവാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ചീത്ത മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തറയൊക്കെ ക്ലീനായിട്ട് നല്ല സ്മെല്ലോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും, ഉപ്പ് ചേർക്കുന്നത് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടും. അതുകൊണ്ടാണ് ഉറുമ്പും അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളൊന്നും വരില്ല എന്ന് ഞാൻ പറയുന്നത് ഇത് ചേർക്കുമ്പം. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു സെൻറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതൊരു സ്പ്രേ, നമ്മൾ സാധാരണ ദേഹത്തടിക്കുന്ന സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു മണമാണ്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് പുൽത്തൈലം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കർപ്പൂരത്തൈലം ഒക്കെ കിട്ടും. ഇപ്പം ഈ ആയുർവേദ കടകളിലൊക്കെ കിട്ടും. കർപ്പൂരത്തൈലം യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 സ്പ്രേയോളം ഉള്ള 5 തവണ ഞാൻ സ്പ്രേ ചെയ്യുന്ന പോലെയുള്ള സ്പ്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ലൊരു അടിപൊളി മാജിക്കൽ വെള്ളം റെഡിയാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. മണം പോകാനുള്ളത്, ക്ലീൻ ആവാനുള്ളത്, ബാക്ടീരിയാസ് എല്ലാം കൊല്ലാനുള്ള കഴിവുള്ള സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുടച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനടി അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു പിഴിയുന്ന സ്റ്റിക്കാണ്. അതെന്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ തുണിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെയൊക്കെ അധികം മരത്തിൻ്റെ ഫ്ലോറിംഗ് ആണ് ഉള്ളത്. അപ്പം ഞാനിതൊന്ന് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ഒന്ന് തുടച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ടൈൽസും കാണിച്ചു തരാം. ഇതിനകത്ത് ഉപ്പ് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ പ്രാണികൾ, ഉറുമ്പുകൾ ഒന്നും തന്നെ വരില്ല. നമ്മൾ ദിവസം ഇതുകൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് കർപ്പൂരം ചേർക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇതിന് പകരം ഈ ഒരു വിനാഗിരിക്ക് പകരം നമുക്ക് കർപ്പൂരം ചേർക്കാം. പക്ഷെ അതിനൊരു സ്മെല്ല്, ഭയങ്കര ഒരു കുത്തായിരിക്കും ആ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മളൊന്ന് തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം കാണാൻ പറ്റും. പക്ഷേ എനിക്കതൊരു പേടിയാണ്, അതൊരു ഈ ടൈൽസിൻ്റെ ഒക്കെ നിറം മാറുമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി റെക്കമെൻഡ് ചെയ്യാത്തത്. ഞാനത് ചെയ്യാറില്ല. ഇതാ നോക്കിക്കേ, ഉണ്ടോ നമ്മുടെ അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും തുടച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട്. ഇതിപ്പോൾ ഇതൊരു ടൈൽസിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിക്കേ, നമ്മുടെ ടൈൽസ് എത്രമാത്രം ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു തിളക്കൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ വെള്ളം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, bye-bye.